experience. ഫ്രഷ് പോവാ. അച്ചമ്പി ഒന്ന് ശ്രദ്ധിച്ചേ. അച്ചമ്പി നോക്ക്. ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഊഹാപോഹങ്ങൾ വഴി കണ്ടുപിടിച്ചൊരു കാര്യമാണ്. അതായത് മച്ചമ്പി പലതവണയായിട്ട് പറ്റിച്ച ആരോ ആണ് ഇതിന്റെ പിന്നിൽ. കണ്ടോ, ഇപ്പോഴും ശൗര്യം വിട്ടിട്ടില്ല. എന്തുവാണ് അച്ഛാ ചെയ്ത്? പേടിച്ച് ഒഴിച്ചിരിക്കുന്ന ആളോടാണ് ശൗര്യത്തിന്റെ കാര്യം പറയണത്. ഇല്ലിപ്പെണ്ണെ പൊട്ട വർത്താനം പറയല്ലേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ആരോ ഒരാൾ ഒരു റീത്ത് കൊണ്ടുവന്ന് വെച്ച് അതിനിപ്പോ നമ്മൾ ഇത്ര ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? കാര്യമില്ല. ഈ റീത്ത് സാധാരണ എവിടാണ് വെക്കുന്നത്? ചത്ത് കിടക്കുന്ന നെഞ്ചത്ത്. ഇവിടെ ആരെങ്കിലും ചത്തിട്ടുണ്ടോ? അപ്പൊ ഇവിടെ റീത്ത് കൊണ്ട് വെക്കണമെങ്കിൽ ഇവിടെ ആരോ മരിക്കാൻ പോകുന്നു. എഴുതി വെച്ചേക്കുന്നുണ്ടല്ലേ ദിവസങ്ങൾ എണ്ണപ്പെട്ടു എന്ന്. അതൊരു സൂചനയാണ്. അങ്ങനെ ക്ലീറ്റോന്ന് ഞങ്ങൾ വിട്ടുകൊടുക്കോ? എന്റെ കാര്യം പോക്ക്. ഇല്ല പൊന്നെ, ഇല്ല. രാഷ്ട്രീയത്തിലുള്ള ശത്രുക്കളുണ്ടല്ലോ, അവിടെ പിറ്റു ബിജു, പൂരാടം, ശശി, അങ്ങനെ കുറെ പേരുണ്ടല്ലോ. അവരാരെങ്കിലും ചെയ്യുവോ? ചേട്ടാ, മറ്റേ കൊടുങ്ങവളില് മറ്റേ ഗിരീഷ് ഇല്ലേ, അയാളുടെ കൊച്ചിന് അഡ്മിഷൻ ഒന്നും കൊണ്ട് കുറച്ച് പൈസ വാങ്ങിച്ചില്ലായിരുന്ന? അഡ്മിഷൻ ശരിയാക്കി കൊടുത്തില്ലല്ലോ. അയാളെങ്ങാനും ആയിരിക്കും. ഗിരീഷിനോട് ഞാൻ മാപ്പ് പറഞ്ഞ് 1 വട്ടം പറഞ്ഞ് അവനോട് ക്ഷമിക്കുകയും ചെയ്ത്. അന്ന് മക്കള് ഡൽഹിയിൽ പോയില്ലേ, അന്ന് നിങ്ങളുടെ പാർട്ടിന്ന് അവിടെ നിന്ന് എങ്ങാനും കൈയിട്ട് വാരിയായിരുന്നു. അങ്ങനെ കൈയിട്ട് വാരിയെങ്കിൽ ആക്രാന്തിച്ചാണെങ്കിലും ആളെ വിടും. തിന്നാണ് മുത്താണ് ഞാൻ കൈയിട്ട് വാരി, പക്ഷെ പിന്നെ എടുത്തില്ല. അപ്പൊ ഉറപ്പ് മുടി വളരാൻ വേണ്ടി കുശാൽ കേശം പിടിച്ചു വരട്ടി തകര രോമം പൊഴിഞ്ഞ ശത്രുതയ ആരോ. അതാരാനാണ് സാധ്യത? കാരണം എനിക്ക് നല്ലോണം മുടി കൊഴിഞ്ഞായിരുന്നു. എന്റെ പോയായിരുന്നു. മച്ചമ്പി വിഷമിക്കണ്ട. മച്ചമ്പി മരിക്കണം, എന്റെ ദേഹത്ത് മണ്ണ് വീഴണം. അല്ല, എന്റെ ദേഹത്ത് ഒരു തുള്ളി മണ്ണിട്ടാലും മച്ചമ്പിക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അനിയനെ ഞാനിവിടെ ഉണ്ട്. പേടിക്കല്ലേ. എന്തോ എനിക്ക് എന്തെങ്കിലും സംഭവിച്ച എന്റെ മുത്തിനെ തക്കളൂര് ഞാനിവിടെ ഇല്ലേ ക്ലീറ്റോ? ഞാനും ഇല്ലേ ക്ലീറ്റോ ചേട്ടാ? സ്നേഹത്തിന് മുന്നിൽ ഞാനും ചേച്ചിയൊക്കെ ദുർബലങ്ങളാണ്. നിങ്ങളെല്ലാരും കരച്ചിലൊന്നും നിർത്തും. ഞാൻ ഈ നിമിഷം ഇറങ്ങുക. നമ്മുടെ വീട്ടുപടിക്ക് ഈ റീത്ത് കൊണ്ടുവന്നവൻ ആരാളില്ല തെരഞ്ഞു പിടിച്ച് കണ്ട് അവന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് സോൾവ് ചെയ്യാതെ ഇവിടെ വരത്തില്ല. എങ്ങനെയും തിരിച്ചു വന്നില്ല. ഇത് സോൾവ് ആയില്ലെന്ന് മാത്രം നിങ്ങൾ കരുതിയാൽ മതി. എന്റെ കുഞ്ഞിനെ ഒന്നും പറയാത്തുള്ളേ. എന്നാലും ഇത്രയും നേരമായിട്ട് ഈ ഒരു കാര്യം എന്നോട് പറയാൻ നിങ്ങൾക്ക് ആർക്കും തോന്നിയില്ലല്ലോ. അമ്മക്കിപ്പോ അമ്മേനോട് പറയാത്തതാണ് വലിയ പ്രശ്നം. അല്ലെങ്കിൽ എന്നെ ആർക്കും ഇവിടെ ഒരു വിലയും ഇല്ല. ആ വിലയില്ലെങ്കിൽ അങ്ങനെ ആരോ വാതിലിൽ മുട്ടുന്നു. ആരുമില്ല. ഡാഡി പേടിച്ചിട്ട് അതൊക്കെ തോന്നണ. ഫ്രണ്ട് ഡോർ ഞാൻ ഫ്രണ്ടിൽ നിന്ന് പൂട്ടിയിട്ട് അകത്ത് കയറി ബാക്ക് ഡോർ അകത്തുനിന്നും പൂട്ടി. ഇനി ആരും വരാനില്ല. ഇനി അഥവാ വന്ന പേരില്ലേ?
പൂട്ടി ഡാഡി പൂട്ടി. എന്റെ ദൈവമേ നെഞ്ചിടിക്കണ ഇടുപ്പ്. ക്ലീറ്റ ചേട്ടാ ആദ്യം മനസ്സിലൊരു ധൈര്യം കൊടുക്ക്. അത് തന്നെ ഇങ്ങനെ തൊട്ടാവാടിയായി എന്താ ചെയ്യണേ? നിങ്ങൾക്കെല്ലാം പറയാം അത്രയും ശത്രുതയുള്ള ആരാണ് ഇല്ലെങ്കിൽ ഇങ്ങനെ റീത്തൊക്കെ കൊണ്ടു വീട്ടിന്റെ എണ്ണപ്പെട്ടെന്നെല്ലാം പറഞ്ഞു. എന്താ എനിക്ക് ചെയ്തു പോയ തെറ്റുകളൊക്കെ ഏറ്റു പറഞ്ഞു കുമ്പസരിക്കണം, എന്നിട്ട് കുരിശുമല കയറണം. കണ്ടാ ദൈവവിളിയാണിത്. ഇതേ പെട്ടെന്ന് റെഡിയാക്കി നമുക്കൊന്ന് പള്ളിയിൽ പോയിട്ട് അച്ഛനെ കണ്ട് കുമ്പസാരിക്കാം. എഴുന്നേക്കും. നിനക്ക് തലയ്ക്ക് വെളിവില്ലല്ലേ? എന്താ ഞാൻ പള്ളിയിലൊക്കെ ഇറങ്ങിപ്പോയി എന്നെ വെടി വെച്ച് കൊല്ലൂലേ? എനിക്ക് ഇവിടെ ഇരുന്ന് കുമ്പസരിച്ചാ മതി. ചെയ്തു പോയ തെറ്റുകളൊക്കെ ഏറ്റു പറയണം. എന്നാ വാ എന്നോട് പറ. എനിക്ക് ഞാൻ ലില്ലി മോളോട് പറഞ്ഞോളാം. അത് മതി. ഇനിയും നമുക്ക് കുടുംബമായിട്ട് ജീവിക്കേണ്ടതല്ലേ? എന്ത് ജീവിതം? എന്റെ ജീവിതം എല്ലാം കഴിച്ചില്ലേ? അയ്യോ ആരാ പൊട്ടത്? ആരും വല്ല വല്ല പൂച്ചയായിരിക്കും. പൂച്ച എത്ര ശബ്ദത്തിൽ പൊട്ടു? ഞാൻ പോയി നോക്കാം. ചേട്ടൻ ഇവിടത്തെ അയ്യോ ഡാഡി പേടിക്കല്ലേ ഇന്ന്. ദൈവമേ, ഇങ്ങനെ പേടിച്ചല്ല നോക്കി തുറക്ക, ആരാരും തുറക്കാതെ വിളി. ഡാഡി വിളിക്കുമല്ലോ ഞാൻ. ഇല്ല 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 ആരും ഇല്ല ആരും ഇല്ല. ടാറിട്ട റോഡിലൂടെ, മൺവീതികളിലൂടെ, കനാൽ വരമ്പുകളിലൂടെ, പായലോടത്തോടൊക്കെ ഒരുപാട് ഞാൻ ഓടി ഭ്രാന്തനെ പോലെ. പക്ഷെ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞൊരു ഗുണമുണ്ടായി. എന്ത്? ഞാൻ മച്ചമ്പിയോട് ഇനി പറയാൻ പോകുന്ന കാര്യം ഓർത്ത് മച്ചമ്പി ഞെട്ടരുത്. മച്ചമ്പിക്കൊരു അപർണചന്ദ്രന്റെ ഓർമ്മയുണ്ടോ? വെളുത്ത് മെലിഞ്ഞ് 5 അടി നീളമുള്ള നല്ലൊരു സുന്ദരി, ശാരീര സുന്ദരി. അറിയില്ല? അഭിലാഷ് എന്ന യുവാവിനെ ഓർമ്മയുണ്ടോ? സുന്ദരനായ നല്ല കട്ടമീശയുള്ള സുരേഷ് ഗോപിയുടെ ലുക്കുള്ള പയ്യനെ. എനിക്കറിവുള്ള നീ എന്താന്ന് വെച്ച കാര്യം പറ. അവര് രണ്ടുപേരും ഓർമ്മയില്ലെന്നോ? എടാ എനിക്കറിയില്ല. അറിയില്ല പോലും. ആര്? അവർ രണ്ടുപേരെ നിങ്ങൾക്ക് അറിയില്ല? എടാ പറയടാ ആരാണ്? അവര് രണ്ടുപേരും ഇപ്പൊ രണ്ടാണ്. അതിന് അവര് വേർപെരിഞ്ഞു, ഡൈവോഴ്സ് ചെയ്തു. അവര് വേർപിരിഞ്ഞത് ക്ലീറ്റുമായിട്ട് എന്താ ബന്ധം? അത് ചോദിക്കും, അത് പോയിന്റ്. ഈ അപർണചന്ദ്രന്റെ കല്യാണം വീട്ടുകാർ ആലോചിച്ചതിന്റെ അന്ന് തലേന്ന് രാത്രി പോയി കൈ പിടിച്ച് അഭിലാഷിന്റെ കയ്യിൽ വെച്ചു കൊടുത്ത് കല്യാണത്തിന് ഒത്താശ ചെയ്ത ആളാണ് ഈ ഇരിക്കുന്നത്. ഓർക്കുന്നോ? അല്ല അതിനെന്താ? അല്ല അത് അവര് പരസ്പരം ഇഷ്ടമാണെന്ന് പറഞ്ഞ് അപ്പുക്കുട്ട സാറ് പറഞ്ഞ് നടത്തിക്കൊടുന്ന് പറഞ്ഞപ്പോ ഞാൻ കൈ പിടിച്ച് നടത്തിക്കൊടുത്തു. അതിന് അല്ല അതും ഇപ്പൊ ഇതുമായിട്ട് എന്താ? അപ്പുക്കുട്ട സാറ് പറഞ്ഞു, അപ്പുക്കുട്ട സാറ് കൈയൊഴിഞ്ഞു. ഈ അഭിലാഷ് ഭൂലോക വെള്ളവടിയും കഞ്ചാവുമാണ്. അഭിലാഷ് അപർണയെ ഒഴിവാക്കി. അപർണ ഇപ്പൊ ഏകയായിട്ട് അവരുടെ വീട്ടിലാണ്, കൊല്ലത്തറിയാവോ? ഈ അപർണചന്ദ്രൻ എന്ന് പറഞ്ഞ അവരുടെ അച്ഛൻ ചന്ദ്രൻ കൊല്ലത്തെ നമ്പർ 1 ഗുണ്ടയാ, ഗുണ്ടാ ചന്ദ്രൻ. 3 ആമക്കള്. മൂത്ത മോൻ അണലി സജിത്ത്, രണ്ടാമത്തെ കീരി ശ്രീജിത്ത്, ഏറ്റ ഇളയവൻ പാമ്പ് സുജിത്ത്. ഇവർക്കൊക്കെ ഫോറസ്റ്റിലാണോ ജോലി? കിടയിട്ട ഗുണ്ടകളെന്ന് പറഞ്ഞാൽ അവർക്ക് ഫോറസ്റ്റിലാണോ ജോലിയെന്നോ? ഈ അണലി സജിത്തൊന്നും തൊട്ടാൽ മതി, അപ്പോഴേ ചത്തുപോകും. അമ്മാതിരി ഇനം. അവന്മാരൊരു പച്ച പ്രസ്താവന നടത്തിയിട്ടുണ്ട്, വെള്ളയിട്ട ആരെ കണ്ടാലും വെട്ടുവന്നു. പച്ചമ്പീടുള്ള വിരോധം വെച്ചിട്ട് വെള്ള കളറേ അവന്മാർക്ക് ഇഷ്ടമല്ല. എടാ ഇപ്പൊ നീ എന്തെന്നും പറഞ്ഞാ പോയത്? ഇത് ആരുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും സോൾവ് ചെയ്യൂന്നും പറഞ്ഞല്ലേ പോയെ? ഇപ്പൊ വന്ന് ഈ വർത്താനം പറയണ എന്ത് ചെയ്യും? കിടക്കുന്ന ഈ പെണ്ണുമ്പോൾ എന്തോരം വർത്താനം. ഞാൻ എങ്ങനെ കാല് പിടിക്കാൻ അവന്മാരെടുത്തോട്ടെന്ന് അവന്മാരെ തല വെട്ടും. എന്റെ തല വെട്ടി എന്നെ കാണുന്നത് ആലോചിക്കും, എന്തൊരു ബോറാണ്. വല്ലത് കഴിക്കാൻ പറ്റുമോ തലയില്ലാതെ? ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഇത് കനകനോട് പറയാന്ന്. നീ എന്താ പറഞ്ഞത്? ഇവരെല്ലാം ശരിയാക്കിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞില്ലേ? ഇത്ര കാര്യങ്ങൾ ക്ലീറ്റോ പേടിക്കണ്ട, നമ്മളെ നോക്കാൻ നമുക്ക് ഇതേ ആൾക്കാരുണ്ട്. നമുക്ക് കനകനോട് പറയാം. ഇനിയിപ്പോ ഏട്ടനോട് പറയാം. അത് മതി. വെറുതെ വല്ല എന്തിനു ആദ്യം പിടിച്ച് എന്തെങ്കിലും പറ്റൂ ഇതിന്? കനകനോട് പറയാം. സാരമില്ല, കൈയൊന്നും എടുക്കട്ടെ, കൈ മരവിക്കും. വേണ്ട ഈ പേടി. പേടിക്കണ്ട ക്ലീറ്റോ, ഞങ്ങൾ എല്ലാവരും ഇല്ലേ? നേരെ ഇട ഇങ്ങോട്ട്. നിങ്ങൾക്ക് വട്ടുണ്ടോ? എന്തിനാ ബോഡി ഗാർഡായിട്ട് കൂടെ നടക്കുന്ന കാര്യം എന്താണ്? എന്തുവാണ് ഏട്ടാ? ഏട്ടൻ ഞങ്ങളോട് തട്ടിക്കയറാതെ ഇതിനൊരു സമാധാനം കാണാൻ നോക്ക്. എന്ത് സമാധാനം കാണാൻ? പിന്നെ ഓരോന്ന് ചെയ്തു നോക്കിയപ്പോൾ ആലോചിക്കണായിരുന്നു. ചുമ്മാ കനക, ഇനി നമുക്ക് കൂടുതലൊന്നും ആലോചിക്കണ്ട.
പോലീസുകാരന്റെ കുടുംബത്തോട് കളിച്ച് എങ്ങനെ ഇരിക്കും എന്നുള്ളത് ആ കീരിനെ അണനീനെ ഇന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണം. ഇപ്പൊ തന്നെ നീ പോയി അമ്മരെ അറസ്റ്റ് ചെയ്ത് ജയിലിലോട്ട് അങ്ങ് കൊണ്ടുവന്നിട്. അത് തന്നെ. ആഹാ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ മതിയാവോ? ആ അത് മതി. ഇപ്പൊ ജയിലടഞ്ഞു കിടക്കാണ്. ഈ അണലിയുടെയും ചേരയുടെ ഒക്കെ പേരിന് ധാരാളം കേസുകളോടെ കിടപ്പുണ്ട്. ഇപ്പൊ നമ്മളൊരു കേസോടെ കൊണ്ടെടുത്തോണ്ടല്ലേ അവനൊരു പൊന്തുവിലാവും. അല്ല അങ്ങനെയല്ല, കേസ് അങ്ങനെ കൊടുക്കണ്ട. വേണ്ട, അത് കൊടുത്ത അവൻ എന്നോടുള്ള ദേഷ്യം കൂടും. എന്തായാലും ഇപ്പൊ ദേഷ്യമില്ലേ? എന്ത്, പക്ഷെ എന്നാലും അല്ല, ദേഷ്യം കൂടും. ശരിയാ. നിന്റെ ഭാഗത്താണ് പൂർണ്ണമായും തെറ്റ്. നീ ഒരു കാര്യം ആലോചിക്കുകയാണ്. നമ്മുടെ മുത്തിന്റെ കല്യാണ തലേന്ന് ഏതെങ്കിലും ഒരു തെണ്ടിക്ക് ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് കൈ പിടിച്ച് കൊടുത്താല് അവൻ നമ്മൾ വെറുതെ വിടുവോ? നമ്മള് കൊല്ലൂല. നമ്മള് പറ്റിപ്പോയാ ഈ ശവത്തെ കുത്തല്ലേ, എനിക്ക് മരിക്കാൻ പേടിയാണ്. എന്നെ രക്ഷിക്കണം എല്ലാരും കൂടെ. അങ്ങനെയൊന്നും സംഭവിക്കൂല, അവനിവിടെ ഉണ്ടല്ലോ. നീ ഇങ്ങനെയാണ് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഇല്ലടാ. അതന്നെ. നാളെ രാവിലെ സ്റ്റേഷനിൽ പോകുമ്പോൾ നീ എന്നോട് വരണം. നമുക്ക് പോയിട്ട് SI കണ്ട് കാര്യങ്ങൾ സംസാരിക്കാം. അതിനുശേഷം നീ അമ്മാവന്റെ വീട്ടിൽ പോയിരിക്കണം. ഉച്ച കഴിഞ്ഞ് ഡ്യൂട്ടി കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് വന്നോളാം. നാളെ അപ്പൊ ഉച്ച വരെ നിനക്ക് ഇരിക്കാൻ പേടിയാണെന്നുണ്ടെങ്കിൽ നീ റൊണാൾഡോനെ കൂട്ടിക്കോ. പക്ഷേ ഇന്നലെ രാത്രിയല്ലേ അവന്മാര് റീത്ത് കൊണ്ടുവച്ചത്. ഇന്ന് രാത്രി അവര് വരൂലേ? അപ്പൊ എന്റെ അവസ്ഥ. എന്നാ പിന്നെ നമുക്കിന്ന് നാളത്തേക്ക് വെക്കണ്ട, ഇന്ന് തന്നെ അങ്ങ് പോകാം. നമുക്കും ഡാഡിയുടെ കൂടെ അങ്ങ് പോകാം. എല്ലാവർക്കും കൂടെ ഒരു കാര്യം ചെയ്യാൻ ഞാനും അമ്മയും കൂടെ അങ്ങ് വരാം. അതാ നല്ലത്. എന്റെ കുട്ടികൾ അങ്ങോട്ട് വന്നാൽ മതിയല്ലോ. എന്റെ അളിയ അമ്മ ഇങ്ങോട്ട് വരാനുണ്ട്. മാത്രമല്ല ഇന്ന് രാത്രി ഞാനിവിടെ ഇല്ലേ? നിങ്ങൾ എന്തിനോട്ട് ടെൻഷൻ അടിക്കണതിന്? നിനക്ക് നൈറ്റ് ഡ്യൂട്ടി ഒന്നും ഇല്ലല്ലോ. ഇല്ല, ഞാൻ ഇവിടെ ഉണ്ട്. ലില്ലുമോളെ, എന്തോ നീ എന്നാ തങ്കത്തിന്റെ അടുത്ത് പോയി കിടന്നോ? ഞാൻ അളിയൻ്റെ ഇവിടെ കിടക്കാം. ഇവിടെ ഇരിയടാ. ഇങ്ങനെ പേടിക്കല്ലേ, ഞങ്ങൾ എല്ലാരും ഇല്ലേ? കീരിയല്ല അണലിയായാലും നമ്മൾ നോക്കൂലേ? നമ്മൾ നാളെ സ്റ്റേഷനിൽ പോകൂലേ? ഒപ്പിച്ച് വെക്കുക, എന്നിട്ട് കിടന്ന് ഇങ്ങനെ വിഷമിക്കും. സംഭവിച്ചു പോയി. പാവം അങ്ങനെ അതിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്തെങ്കിലും കാണുമ്പോ അങ്ങനെ എടുത്ത് ചാടും. പോട്ടെ ഡാഡി. നിങ്ങൾ ഇനി ഇവിടെ പറയാൻ പോയിക്കോളൂ. അപ്പൊ എന്നാ നാളെ പോവാം. സമയത്രേടാ? ഘടികാരമല്ലേ കയ്യെ കിടക്കുന്നത്? അയ്യോ 12:30 മണിയാടാ. രാത്രി ഉറക്കൊളിച്ച് ശീലമില്ല, അതുകൊണ്ടാ പോയി കിടന്നു. ഞങ്ങൾ ഞാൻ ഉറക്കൊഴിച്ചത്ര ഇയൊക്കെ ഉറക്കൊഴിച്ചാ മതി. കുട്ടിക്കാലത്തിടാ പ്രേമനസീറിന്റെ പൊന്നാപുരം കോട്ട സിനിമ മണ്ടിപ്പെണ്ണെ സെക്കൻഡ് ഷോ കാണാൻ പോയി ഞാൻ. സൈക്കിളിലാ പോണിട്ടാ. പടം കഴിഞ്ഞിട്ട് രാത്രി ഒരു 12:30 മണിക്ക് ഞാൻ ഇങ്ങനെ വരിക. ഡൈനാമില്ല, ലൈറ്റ് ഇല്ല. രാത്രി ഇങ്ങനെ സൈക്കിളിൽ വരുമ്പോ പോലീസുകാർ അടുത്തു. ലൈറ്റ് ഇല്ലാണ്ട് രാത്രി സൈക്കിൾ ഓടിക്കാൻ പറഞ്ഞിട്ട് പോലീസ് കാറ്റാ ഉരിയിട്ടു. ആ കാറ്റൂരിട്ട് പിന്നെ 3 കിലോമീറ്റർ ഉണ്ട് വീട്ടിലേക്ക്. എന്തോ ഇത് പിന്നെ സൈക്കിള് ഞാൻ രാത്രി ഒറ്റയ്ക്ക് തള്ളി ഇങ്ങനെ വരിക. 3:30 മണിയായി വീടെത്തിയപ്പോ അറിയോ? പക്ഷെ സൈക്കിളങ്ങ് വിറ്റ് തള്ളലിന് ഇപ്പോഴും ഒരു കുറവില്ല. അതേപോലെ കട്ടൻ ചായ നല്ല ഐഡിയ. നല്ല ഐഡിയ. അത് തനിയെ കുറച്ചുകൊണ്ടാ മതി. അടിപൊളി. നല്ല ചെറുതെടുക്കായിരുന്നു. ഇതേ കളറുള്ള വേറെ സാധനം എടുക്കായിരുന്നു. എനിക്ക് വേണ്ട. വേണ്ടേ? ഞാൻ പോയി കടന്നു വന്ന പവറല്ലേ? നല്ല കട്ടാമേ, സൂപ്പർ ആയിരുന്നു. നല്ല കട്ടെ. അതാണ്. അവരെ കടന്നാ എവിടെ? അവിടെ ഇരുന്ന് പഴയ കഥകളൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുന്നവരെയും കൂടെ പേടിപ്പിക്കുക. ആ പേടി വന്നു പോയാൽ പിന്നെ ഉറക്കം വരൂല. പ്രശ്നം ഇവിടെ വിളിച്ചെടുത്തിയ പിന്നെ ഒട്ടും ഉറങ്ങൂല. അതുകൊണ്ടാണ് അവിടെ ഇരുന്ന് ഉറങ്ങിക്കോട്ടെ. അവന്റെ അടുത്ത് എല്ലാരും അങ്ങ് മാറി പോയാൽ മതിയായിരുന്നല്ലോ. അത് തന്നെ ഒറ്റയ്ക്ക് കഥ കേൾക്കായിരുന്നിട്ടല്ലേ? അല്ല, ചെറിയൊരു പേടി എനിക്കില്ലായില്ല കേട്ടോ. ഈ പറഞ്ഞ ആൾക്കാർ എത്ര ഡേഞ്ചറാ? പിന്നെ അല്ലാതെ മറ്റമ്പടി ചോദിച്ചു നോക്ക്. അലുമ്പേഴ്സുകളാ. നമുക്ക് കുറച്ച് കാശ് കൊടുത്തങ്ങ് ഒതുക്കാം കൂടെ കനക. കാശ് കൊടുത്ത് ഇച്ചിരി അങ്ങ് ഒതുക്കിയാലോ അമ്മ? മിണ്ടാണ്ടിരിക്കട്ടെ. കാശ് കൊടുക്കാൻ എൻ്റെ എത്ര കാശ് ഇരിക്കണ്ട. ഒന്നാമത് ആണുങ്ങളാണ് ഈ വക കാര്യങ്ങളൊക്കെ സംസാരിക്കുക. നീ പോയി കിടന്നുറയ്ക്കാം. അല്ല, ഇതിപ്പോ ഞാൻ എന്താ ചെയ്തിട്ട് എന്റെ മേളിൽ ചാടി കയറുന്നേ? നല്ല കൂത്തു. കാശ് കൊടുത്ത് ഒതുക്കാൻ നിൽക്കാണ് പറയുമ്പോ വേറെ ചവിട്ടി പൊളിച്ചേരാ. അനക കാശ് കൊടുത്ത് ഒതുക്കാൻ പറ്റുമോ? കാശ് വേണമെങ്കിൽ ചെലവാക്കാം, നല്ലൊരു സമാധാനം ഉണ്ടാവില്ല. ഞാൻ രാവിലെ SI സാറിനെ ഒന്ന് കാണട്ടെ. SI സാറിനെ ഒന്ന് കാണട്ടെ. SIക്കും കാശ് കൊടുക്കണോ?
SIക്ക് കൊടുക്കാൻ ആര് പറഞ്ഞു? ഞാൻ SI സാറിനൊന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് വെളിയിൽ വെച്ച് സെറ്റിൽ ചെയ്യാൻ പറ്റുമെന്ന് ധാരണയാവട്ടെ. അതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ മാത്രമല്ല എനിക്ക് അങ്ങനെ അതിൽ ഇടപെടാൻ പറ്റുന്നില്ല. അത് വണ്ടി വന്നോ അമ്മാവ? വണ്ടി വന്നോ? ഇതെന്തിനിപ്പോ ഒരു പട പോലെ നിങ്ങളെല്ലാവരും വരുന്നത്? എവിടെ അവര്? വെയിറ്റ് വിളി. ക്ലീറ്റ് ഇറങ്ങാതെ വിഷമിച്ചിരുന്നിട്ട് റൊണാൾഡ് ധൈര്യം കൊടുത്തോണ്ടിരിക്കുവാ. ഒരു കാരണവശാലും അവിടെ നിന്ന് പുറത്തിറക്കരുത് കേട്ടോ. ക്ലീറ്റോ വാ, എടാ റൊണാൾഡോ ഇങ്ങ് കൊണ്ടുപോടാ. അമ്മയും പോവാണോ? ആ ഞാനും പോവുക. 2 ദിവസം അവിടെ നിന്നിട്ട് വരാം. ചേച്ചി വന്നോട്ടെ. അവിടെ വന്നു വാ ഇങ്ങോട്ട്. വാട. ഇതെന്താണത്? കട്ടവനെ കിട്ടിയില്ലെങ്കിലേ കിട്ടിയവനെ തട്ടുന്ന കാലതാ. സൂക്ഷിക്കണം. എങ്ങനെ കിട്ടില്ല എന്നെ അടിക്കും. എല്ലാവർക്കും അറിയാം ചേട്ടനും അനിയനുമാണ്. ഇവനാണ് ഇവനെ ധൈര്യം കൊടുത്തോണ്ടിരുന്നത്. ക്ലീറ്റ് ഇങ്ങോട്ട് വന്നാ. അത് തങ്കം പോയിട്ട് വരട്ടെ. ശബ്ദത്തിന് എന്തെറ്റി? റൊണാൾഡോ പറഞ്ഞ് ഇനി പോയിട്ട് തിരിച്ചു വരണവരെ പ്രശ്നം സോൾവ് ആവണത് വരെ ഇങ്ങനെ സംസാരിച്ചാൽ മതി. മതി. നീ അവൻ പറയണത് അവൻ നീ പറഞ്ഞു കേൾക്കണ്ട. നീ ഞാൻ പറഞ്ഞു കേട്ടാ മതി. എന്നെ കാഴ്ചയിൽ മനസ്സിലാവില്ലല്ലോ. ഇല്ലല്ലോ. ഈ കനകത്തിന് ടാക്സി വിളിക്കാൻ പോയിട്ട് എത്ര നേരം? എനിക്ക് അറിഞ്ഞൂടാ. മക്കളെ ഡാഡി പോയിട്ട് വരട്ടെ. തീർന്നപ്പോഴത്തേക്ക് വണ്ടല്ലേ വണ്ടി വന്നു. ഇതെന്താ കാരണപകരം ഓട്ടോ? ഓട്ടോക്കകത്ത് എല്ലാവരും എങ്ങനെ കയറും? ഈ ഓട്ടോക്കകത്ത് 4 പേരെങ്ങനെ? സുൽച്ചേച്ചിയാണ്. സുൽച്ചേച്ചിയാ. സുൽച്ചേച്ചി എവിടെ പോയിട്ട് വരുന്നു? സുലല്ലേ ഇത്? അയ്യോ ഇതെന്ത് പറ്റി? ഇതെന്താ തമ്പിക്ക് പറ്റി? ഇതെന്താ ഇതിൽ കൂടുതൽ എന്ത് പറ്റാ? ഇങ്ങനെ കയ്യിരിക്കൊണ്ട് കിട്ടിയതാ. എന്തോ സുൽച്ചേച്ചി ആ വർത്തമാനം പറയില്ല കേട്ടോടി. ഞാൻ ശകലം മദ്യപിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഞാൻ നടന്നു പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ബോധം ഉണ്ടാകത്തില്ല. അപ്പൊ ബോധമില്ലാതെ എന്തെങ്കിലും പറഞ്ഞാൽ ബോധമുള്ളത് അങ്ങ് ക്ഷമിക്കണ്ടേ? ക്ഷമിക്കണം. അവര് ക്ഷമിച്ചല്ല മാവാ, ക്ഷമിച്ചില്ല. ഇല്ലേ? ഇല്ലെന്ന്. ആര്? എന്താ കാര്യം? അതെ, ഞങ്ങളുടെ നാടക ട്രൂപ്പിലുണ്ടല്ലോ, ആ സമിതിയിൽ ഒരു പാവപ്പെട്ട ഒരു നടിയുണ്ട്. ആ നടിയും ഞങ്ങളുടെ ട്രൂപ്പിന്റെ മാനേരും തമ്മിൽ ഡിങ്കോലാഫിയാന്ന് പറയാൻ. അങ്ങനെയല്ലേ പറയുന്നേ? അവര് തമ്മിൽ ഒരു അവര് അവിഹിത ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ശരിക്കും അങ്ങനെ ഉണ്ടോ? എവിടെ? അങ്ങനെ സംഭവമില്ല. ഞാൻ നടന്നു പഠിച്ച് ബോധമില്ലാതെ പറഞ്ഞല്ലേ. ഇത് കേട്ടോണ്ട് മാനേർ വീട്ടുകാരറിഞ്ഞ് അവിടുന്ന് ആൾക്കാർ കൊട്ടേഷൻ എടുത്ത് വന്ന് അടിച്ച് പറിച്ചിട്ട് കാലം വീട് കൈയും കാലം പിടിച്ചിട്ട് ഇങ്ങനെ ആക്കി വിട്ട. എന്നെ കൊല്ലണ്ടതാ മാവാ, കൊല്ലണ്ടതാണ്. അത് പിന്നെ ആരായാലും ചെയ്യൂലേ. അവര് കുറെ പ്രാവശ്യം ഇങ്ങേർക്ക് വാൺ ചെയ്തതാ. എന്നിട്ട് ഇയാള് കേട്ടില്ല. അവരെന്നെ വാൻ ചെയ്തിട്ടില്ല. വാൻ ചെയ്തിട്ടില്ല. അത് കണ്ട് എനിക്കിപ്പോ നല്ല ബോധമില്ലേ. അവരെന്നെ വീട്ടിൽ കൊണ്ട് വീർത്തും വെച്ചിട്ടില്ല. എന്താ പറഞ്ഞത്? വീട്ടിൽ റീത്ത് വെച്ചോളില്ല. അല്ല ഇങ്ങനെ പേടിപ്പിക്കാനേ അവിടെ കണ്ട റീത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടോന്ന് പറഞ്ഞു. പക്ഷെ അവര് വെച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. വെച്ചിട്ടില്ല. അല്ല അവര് വല്ലതും പറഞ്ഞായിരുന്നോ? റീത്തിൽ ഇങ്ങനെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെന്ന്, നിങ്ങളുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടെന്നോ അങ്ങനെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞോ? എഴുതിയോടി? എന്താ തങ്ക അങ്ങനെ ചോദിച്ചോ? അതെന്താന്ന് വെച്ചാ ഇപ്പൊ റീത്തൊക്കെ ആകുമ്പോ അങ്ങനെ എന്തെങ്കിലും മിക്കവാറും ആദരാഞ്ജലി എഴുതാന്. അയ്യോ സംഭ്രാന്ത. അന്റെ കയ്യിലിരിപ്പുണ്ടപ്പോ അനക്ക് റീത്ത് വെക്കാൻ വന്നു അവരില്ലേ? ഇതേ ഇനി റീത്ത് വെക്കാണ്ട് നോക്കിക്കോ. വീട്ടിൽ പോയി റഷ് ചെയ്യും. ശരി ശരി. കയ്യെ പിടിക്കല്ലേ, കൊണ്ടുപോ. അവിടെ പിടിക്കല്ലേ. സംഭവം എന്താന്ന് മനസ്സിലായല്ലോ. സമാധാനായി. പിന്നെ വീട്ടുകാര് തല്ലാനും കൊല്ലാനായിട്ട് ഓർത്തവർ ഇറങ്ങിക്കണ്. അതൊക്കെ എന്റെ വീട്ടിൽ വരട്ടെ. എന്റെ വെള്ളം തേച്ച് അത്യാവശ്യം മീറ്റിംഗ് ഉണ്ട് പാർട്ടിയുടെ. അവന്റെ കയ്യിലിരിപ്പിനുള്ളത് അവന് കിട്ടി. നീ കാണിച്ചു കൂട്ടിയവരെ കയ്യിരിപ്പിനുള്ളത് പിറകെ വരുന്നുണ്ടാവും. സൂക്ഷിച്ചോ.